ഇന്നുണ്ടാക്കാൻ പോകുന്ന കറി ചെമ്പല്ലി മാങ്ങ ഇട്ടിട്ട് ഉള്ള കറിയാണ്. അതിനുവേണ്ടി ചെമ്പല്ലി തലയും വാലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം കല്ലുപ്പിട്ട് നന്നായി തിരുമ്മി കഴുകിയെടുക്കണം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് കഴുകുകയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മീൻ മുഴുവൻ അലന്ന് വെള്ളത്തിലൂടെ പോവും. നന്നായിട്ട് ഉപ്പിട്ട് കഴുകി വെച്ചതിന് ശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്നും കൂടി കഴുകുകയായിരിക്കും നല്ലത്. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ മീൻ വെള്ളം നന്നായിട്ട് കളഞ്ഞ് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ മാങ്ങ ഇട്ടിട്ടാണല്ലോ കറി വയ്ക്കാൻ പോകുന്നത്. പച്ചമാങ്ങ ചെറിയ കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നു കഴിയുമ്പോൾ ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് ചൂടായി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് വീണ്ടും ഇളക്കുക. പിന്നെ കറിക്ക് ആവശ്യമായ മുളക് പൊടി ചേർക്കണം. കാശ്മീരി മുളക് പൊടിയായിരിക്കും നല്ലത്. അതാവുമ്പോൾ കറിക്ക് നല്ല കളറും ഉണ്ടാവും, എരിവും കുറവായിരിക്കും. മുളക് പൊടി ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ചൂടാക്കി എടുക്കുക. പൊടികളെല്ലാം ചൂടായി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ലേശം വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അങ്ങനെ അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പുള്ളതുപോലെ ഇരിക്കും. പച്ചവെള്ളം ചുവയ്ക്കാതിരിക്കാനാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. മുളക് ചാറ് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മുറിച്ച് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്ത മീനൊരു പാതി വേവായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ചേർക്കുന്നത് കൊണ്ട് ഇതിനകത്ത് കുടംപുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മാങ്ങയുടെ പുളി മതിയാവും. മാങ്ങ നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചേർക്കണം. അതിനു വേണ്ടി ലേശം തേങ്ങ നന്നായിട്ട് അരച്ച് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പ് നന്നായിട്ട് കുറുകി തിളച്ച് കഴിയുമ്പോൾ കറി വാങ്ങി വയ്ക്കാം. ഇപ്പോൾ ചെമ്പല്ലി മാങ്ങ ഇട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക.